എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ക്യാൻഡിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. അപ്പം ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് എല്ലാം ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെക്കണം. ഞാനിപ്പോൾ ഇതൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രീസറിലേക്ക് നമ്മൾ ഇത് വെക്കേണ്ട കാര്യമില്ല. നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.